നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിലുള്ള നോമിനേഷൻ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഫിഫ പുറത്തുവിട്ടല്ലോ. ബ്രസീലിൽ നിന്ന് 9 പേർക്കാണ് ദി ബെസ്റ്റ് ഫിഫ അവാർഡ്സിൻ്റെ ആ ഒരു നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണ്, അത് വ്യത്യസ്ത കാറ്റഗറികളിലാണ്, ഒറ്റ അവാർഡിനല്ല, വ്യത്യസ്ത കാറ്റഗറികളിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ദി ബെസ്റ്റ് പ്ലെയർ പുരസ്കാരത്തിന് വിനി ജൂനിയർ മാത്രമാണ് ബ്രസീലിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് അതിന് വിനി ജൂനിയർ മാത്രമാണ്. ദി ബെസ്റ്റ് അറ്റാക്കേഴ്സ്, അതായത് ഫിഫ ബെസ്റ്റ് 11 നോമിനേഷൻ വന്നിട്ടുണ്ടല്ലോ. അതായത് ഡിഫൻഡേഴ്സ് 22 പേര്, മധ്യനിരയിൽ 22 പേര്, മുന്നേറ്റത്തിൽ 22 പേര്, അങ്ങനെയൊക്കെയുള്ള നോമിനേഷൻ. അതിൽ ദി ബെസ്റ്റ് 11 അറ്റാക്കേഴ്സിൻ്റെ നോമിനേഷനിൽ വിനി ജൂനിയറും റോഡ്രിഗോയും ഉണ്ട്. ബെസ്റ്റ് 11 മിഡ്ഫീൽഡേഴ്സിൻ്റെ നോമിനേഷനിൽ ഗാൻസോ വരുന്നു. ബെസ്റ്റ് 11 ഡിഫൻഡേഴ്സിൻ്റെ നോമിനേഷനിൽ ബ്രമർ, ഗബ്രിയൽ മെഗല്ലസ്, നീനോ ഡാൻഡെ എന്നിവരുണ്ട്. ദെൻ ബെസ്റ്റ് 11 ഗോൾ കീപ്പറിൽ എഡേഴ്സിന് നോമിനേഷനുണ്ട്. എഡേഴ്സിന് അതുപോലെ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡിനുള്ള നോമിനേഷനുമുണ്ട്. ബെസ്റ്റ് ഫാൻ അവാർഡിന് വേണ്ടി ഗൂയി ഗാൻഡ്ര ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ബ്രസീലിൽ നിന്ന് ഫിഫ ബെസ്റ്റ് അവാർഡ്സിനായിട്ട് ഇത്രയും പേരാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആർക്കാണ് ഇത്തവണത്തെ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിക്കുക എന്നറിയാൻ വേണ്ടി. അതിന് വോട്ടിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്, ആരാധകർക്കും വോട്ട് ചെയ്യാവുന്നതാണ്. ബാലൻഡിയോർ പോലെ അല്ല, ഇതിൽ ആരാധകർക്ക് കൂടി വോട്ട് ചെയ്യാൻ പറ്റും. വോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ടിങ്ങിൻ്റെ അവസാന തീയതി ഡിസംബർ 10 ആണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.